ഇപ്പോൾ തെളിവെടുപ്പിനായി ചെന്താമരയെ പോത്തുണ്ടിയിലെത്തിച്ചിരിക്കുകയാണ്. ഇരട്ടക്കൊലപാതകത്തിലാണ് നെന്മാറ ഇരട്ടക്കൊലപാതകത്തിലാണ് ഇപ്പോൾ പ്രതി ചെന്താമരയെ കസ്റ്റഡിയിൽ വിട്ടതിന് പിന്നാലെ പോലീസ് തെളിവെടുപ്പിനായി കൊലപാതകം നടന്ന സ്ഥലത്ത് എത്തിച്ചിരിക്കുന്നത്. നാളെ വൈകിട്ട് 3 മണിവരെയാണ് കോടതി ചെന്താമരയെ കസ്റ്റഡിയിൽ വിട്ടത്. അതിനു മുൻപായി തന്നെ പോലീസിന് തെളിവെടുപ്പ് പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനായിട്ടാണ് കൊലപാതകം നടന്ന സുധാകരനെയും സുധാകരന്റെ അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയ സ്ഥലത്ത് ഇപ്പോൾ പ്രതി ചെന്താമരയെ എത്തിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കൊലപാതകം നടത്തിയ രീതി ഇപ്പോൾ പുനരാവിഷ്കരിക്കാനുള്ള സാധ്യത കൂടിയുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉയരാനുള്ള സാധ്യതയുണ്ട്. കാരണം കൊലപാതകം നടന്നതിന് പിന്നാലെ തന്നെ നാട്ടുകാർ വലിയ രീതിയിൽ ചെന്താമരയ്ക്കെതിരെ പ്രതിഷേധിച്ചിരുന്നു. പലതവണ ഭീഷണിപ്പെടുത്തൽ ചെന്താമരയുടെ ഭാഗത്തും ഉണ്ടായിരുന്നു. പോലീസിൽ പരാതി നൽകിയിട്ടും പോലീസ് ഇടപെട്ടില്ല എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അതിനിടയിലാണ് ഇന്നിപ്പോൾ ചെന്താമരയെ തെളിവെടുപ്പിനായി എത്തിച്ചിരിക്കുന്നത്. വലിയ പോലീസ് സന്നാഹം സുരക്ഷാ വലയത്തിലാണ് ചെന്താമരയെ അവിടെ എത്തിച്ചിരിക്കുന്നത്. നന്ദു ഗോപാൽ വിവരങ്ങൾ നൽകും. നന്ദു, ചെന്താമരയുടെ സ്ഥലത്തെത്തിച്ചിട്ടുണ്ട്. വലിയ സുരക്ഷാ വലയത്തിലാണോ തെളിവെടുപ്പ് പുരോഗമിക്കുന്നത്? ദിവ്യ, തീർച്ചയായും ചെന്താമര അതിക്രൂരമായി കൊലപാതകം നടത്തിയ ആ ഒരു പ്രദേശത്താണ് ഇപ്പോൾ ഉള്ളത്. ചെന്താമരയുടെ വീടിന് സമീപത്താണ് ഇപ്പോൾ ഉള്ളത്. ഈ വീടിന് തൊട്ടു മുന്നിലുള്ള ഒരു ഇടവഴിയിൽ വെച്ചിട്ടാണ് കഴിഞ്ഞ 27-ന് സുധാകരനെയും ലക്ഷ്മിയെയും അതിക്രൂരമായി ഇയാൾ വെട്ടിക്കൊലപ്പെടുത്തിയത്. അവിടെ വെച്ച് പോലീസ് ഇപ്പോൾ തെളിവെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ വീട്ടിലാണ് ചെന്താമര ഈ ആയുധങ്ങളൊക്കെ തന്നെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ കാര്യങ്ങൾ ചോദിച്ചറിയുന്നു. ഒപ്പം ഈ കൊലപാതകം നടത്തിയ കാര്യം കൂടി പുനരാവിഷ്കരിക്കും. ഈ കുറ്റകൃത്യം പുനരാവിഷ്കരിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് പോലീസ് ഉള്ളത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം എത്രത്തോളം വലിയൊരു പോലീസ് സന്നാഹമാണ് ഈ ഒരു തെളിവെടുപ്പിന് വേണ്ടി ഇവിടേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളത്. രാവിലെ മുതൽ തന്നെ 500-ലധികം പോലീസ് സന്നാഹങ്ങൾ പോലീസുകാർ പല സ്ഥലങ്ങളിൽ നിന്നും ഇവിടേക്ക് എത്തി നിൽക്കുന്നുണ്ടായിരുന്നു. പോത്തുണ്ടി ജംഗ്ഷൻ മുതൽ ഈ തെളിവെടുപ്പ് നടക്കുന്ന ഈ ബോയിൻ കോളനി വരെ പോലീസുകാരുടെ ഒരു വലിയ സന്നാഹം ഉണ്ടായിരുന്നു. വീടുകൾക്ക് മുകളിലും മറ്റുമായി പോലീസുകാർ നിൽക്കുന്നുണ്ട്. പക്ഷേ പോലീസ് മുൻകൂട്ടി കണ്ട രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്കൊന്നും തന്നെ കാര്യങ്ങൾ പോയിട്ടില്ല. അല്ലെങ്കിൽ നെന്മാറയിൽ അന്ന് രാത്രി കണ്ട നിലയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്കൊന്നും തന്നെ കാര്യങ്ങൾ പോയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ നാട്ടുകാരൊക്കെ തന്നെയുണ്ട്. പക്ഷേ അവരൊന്നും ഒരു പ്രതിഷേധത്തിലേക്കൊന്നും നീങ്ങിയിട്ടില്ല. ഏതായാലും പോലീസ് ഇപ്പോഴും ഈ ഒരു തെളിവെടുപ്പ് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ തന്നെ ഇവിടേക്ക് വാഹനങ്ങൾ കൊണ്ടുവരുന്നതിനും പുറത്തുനിന്നുമുള്ള ആളുകൾക്ക് ഇങ്ങോട്ട് എത്തുന്നതിനുമൊക്കെ കാര്യമായ നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ പുറത്തുനിന്നും ആരും എത്തി ഒരു പ്രതിഷേധത്തിലേക്കോ അല്ലെങ്കിൽ മറ്റ് പ്രകടനങ്ങളിലേക്കോ ഒന്നും തന്നെ പോകേണ്ടതില്ല എന്ന് മുൻകൂട്ടി കണ്ടായിരിക്കണം പോലീസ് അത്തരത്തിലൊരു നിയന്ത്രണത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത്. നിലവിൽ ഈ ഒരു കൊലപാതകം നടത്തിയ പ്രദേശത്ത്, അതായത് സുധാകരനെ കൊലപ്പെടുത്തിയ പ്രദേശത്താണ് പോലീസ് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നും
അല്പം മുന്നോട്ട് നീങ്ങിയ ഒരു സ്ഥലത്ത് നിന്നുമാണ് ഈ സുധാകരന്റെ അമ്മ ലക്ഷ്മിയെയും ഇത്തരത്തിൽ ഇയാൾ വെട്ടിക്കൊലപ്പെടുത്തിയിട്ടുള്ളത്. അവിടെയും ഇപ്പോൾ എത്തിക്കും. തുടർന്ന് ഈ കൊലപാതകങ്ങളൊക്കെ നടത്തിയിട്ട് രക്ഷപ്പെടാൻ ശ്രമിച്ച വഴി, ഇവിടെ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി ശ്രമിച്ച വഴി ഉൾപ്പെടെയുള്ള കാര്യങ്ങളും പോലീസ് തെളിവെടുപ്പിൽ ഉൾപ്പെടുത്തും. അതിനുശേഷം ഈ ആയുധമുണ്ടാക്കിയ സ്ഥലം അല്ലെങ്കിൽ ഈ ആയുധം കൊണ്ടുവന്ന സ്ഥലത്തേക്കുള്ള ഒരു തെളിവെടുപ്പ് കൂടെ നടത്താനുള്ള ഒരു തീരുമാനമുണ്ട്. അതൊരു പക്ഷേ ഇന്ന് അല്ലെങ്കിൽ നാളെ എന്നുള്ള നിലയിലാണ് പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. 2 ദിവസത്തെ കസ്റ്റഡിയിലേക്കാണ് പോലീസിന് കോടതി വിട്ടു നൽകിയിരിക്കുന്നത്. നാളെ വൈകിട്ട് 3 മണി വരെയാണ് ചെന്താമരയെ ഇത്തരത്തിൽ കസ്റ്റഡിയിൽ കിട്ടുക. അതിനുള്ളിൽ എല്ലാ നടപടികളും പോലീസിന് പൂർത്തിയാക്കേണ്ടതുണ്ട്. ഈ തെളിവെടുപ്പിനൊപ്പം വീഡിയോ ചിത്രീകരണമൊക്കെ തന്നെ പോലീസ് നടത്തുന്നുണ്ട്. ഈ മൊഴികളൊക്കെ തന്നെ കൃത്യമാകണം എന്നുള്ളതാണ്. ആദ്യ ദിവസം കസ്റ്റഡിയിൽ കിട്ടിയപ്പോഴൊക്കെ പലതരത്തിലുള്ള മൊഴികളൊക്കെ പറഞ്ഞ് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനും മറ്റുമുള്ളൊരു ശ്രമം ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷേ കോടതിയിൽ എത്തിയപ്പോൾ കുറ്റം ഏറ്റുപറയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഒപ്പം എനിക്ക് 100 വർഷം തടവ് തരൂ എന്നൊക്കെ ഇയാൾ കോടതിയിൽ അന്ന് റിമാൻഡിന് കൊണ്ടുവന്നപ്പോൾ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഈ ഒരു തെളിവെടുപ്പിന് കൊണ്ടുവന്നിരിക്കുന്നത്. ചെന്താമര ഇവിടെ ഈ തെളിവെടുപ്പിൽ എന്തൊക്കെ പറയും, എന്താണ് പോലീസിന് കാണിച്ചു കൊടുക്കുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനം. ഇത് കൃത്യമായി രേഖപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ട്. നിലവിൽ ചെന്താമരയുടെ വീട്ടിലേക്ക് ആണ് ഇപ്പോൾ പോലീസ് കൊണ്ടുപോകുന്നത്. ഇതിനകത്തു നിന്നുമാണ് അന്ന് ഈ ഒരു കൃത്യം നടന്ന ദിവസം പോലീസ് പരിശോധന നടത്തിയപ്പോൾ ഈ ആയുധങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. അതിനകത്തേക്ക് കൊണ്ടുവന്ന് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വീട്ടിൽ നിന്നും ഒഴിഞ്ഞ വിഷക്കുപ്പികളും അന്ന് കണ്ടെത്തുകയൊക്കെ ചെയ്തിരുന്നു. ഈ കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതായത് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയാണോ അത്തരത്തിൽ ഈ ഒഴിഞ്ഞ വിഷക്കുപ്പികളൊക്കെ ഇവിടെ വെച്ചത് എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. പിടിയിലായ സമയത്ത് ചെന്താമര ആദ്യം പറഞ്ഞിരുന്നു പോലീസിനോട് ആളുകൾ വലിയ രീതിയിൽ അവിടെ തടിച്ചുകൂടിയിട്ടുണ്ടോ? ഇവിടേക്ക് അധികം ആളുകളെ കടത്തിവിട്ടിട്ടില്ല ദിവ്യ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ നാട്ടുകാർ മാത്രമേ ഇവിടെയുള്ളൂ എന്നുള്ളതാണ്. പുറമേ നിന്നുമൊക്കെ ആളുകൾക്ക് ഈ ബോയൻ കോളനിയിലേക്ക് എത്തുന്നതിന് കാര്യമായ നിയന്ത്രണമുണ്ടായിരുന്നു. രാവിലെ തന്നെ 500 പോലീസുകാർ ഈ ഭാഗത്തുണ്ട്. പോത്തുണ്ടി ജംഗ്ഷനിൽ നിന്നും മറ്റു വാഹനങ്ങളൊന്നും കടത്തിവിടാതെ, അതായത് ഈ ബോയൻ കോളനിയിൽ കൃത്യം നടന്ന പ്രദേശത്തേക്ക് മറ്റു വാഹനങ്ങളൊന്നും കടത്തിവിടാതെ ആളുകളെ നിയന്ത്രിക്കുകയായിരുന്നു. ഒപ്പം ഇവിടെയുള്ള ആളുകൾക്ക് മുന്നിലും പോലീസ് നിർദ്ദേശങ്ങളൊക്കെ തന്നെ നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത്തരം ഒരു പ്രതിഷേധത്തിലേക്കൊന്നും തന്നെ പോയിട്ടില്ല. ഈ പ്രദേശത്തുള്ള ആളുകൾ തന്നെയാണ് തിങ്ങി നിന്ന് ഈ ഒരു തെളിവെടുപ്പ് കാണുന്നത് എന്നുള്ളതാണ്. പക്ഷെ അവരൊരു പ്രതിഷേധത്തിലേക്കൊന്നും തന്നെ പോയിട്ടില്ല. പക്ഷേ ഇവർക്കൊക്കെ വലിയൊരു ഭയം ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് ഇവരോടൊക്കെ സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. പ്രത്യേകിച്ചും 2019 ഒരു കൊലപാതകം നടത്തുന്നു. അന്ന് തന്നെ ഈ സുധാകരനെയും കൊലപ്പെടുത്തും എന്നൊക്കെ ഇയാൾ ഭീഷണിപ്പെടുത്തി ഇവിടെ നിന്നും പോയതാണ്. പക്ഷേ ആളുകൾ അത് അത്ര കാര്യമായി എടുത്തിരുന്നില്ല. പിന്നീട് തിരിച്ചു വന്ന് കാണാം ഈ കൊലപാതകം കൂടെ നടത്തുന്നത്. ഒപ്പം തടയാൻ വന്ന സുധാകരന്റെ അമ്മ ലക്ഷ്മിയെയും അതിക്രൂരമായി ഈ പ്രതി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. ഒപ്പം ഇനിയും 3 പേരെ കൂടെ കൊലപ്പെടുത്തും എന്നൊക്കെ ഭീഷണി മുഴക്കിയിട്ടുണ്ട്. അതിൽ ഇവിടെയുള്ള ഒരു പ്രദേശവാസി തന്നെയായ പുഷ്പ എന്ന് പറഞ്ഞ സ്ത്രീയെയും കൊലപ്പെടുത്തുമെന്ന് ഇയാൾ ഭീഷണിപ്പെടുത്തിയതായി പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു ഭയം ആളുകൾക്ക് ഇപ്പോഴും ഉണ്ട്. ഈ പ്രതി കൊലപാതകം നടത്തിയ ശേഷം ഒളിവിൽ പോയതോടെ ഇവിടെയുള്ള ആളുകൾക്കൊക്കെ ഉറക്കമില്ലാത്ത 2 രാത്രികളായിരുന്നു. 36 മണിക്കൂറാണ് ഭയത്തോടെ ആളുകൾ ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നത്. പലരും വീടിന് പുറത്തു പോലും ഇറങ്ങാൻ പറ്റാത്ത നിലയിൽ ഭയപ്പെട്ട് നിൽക്കുകയായിരുന്നു. അതൊക്കെ അന്ന് തന്നെ നമ്മൾ ആളുകളോട് സംസാരിച്ചപ്പോൾ മനസ്സിലായതാണ്. അത്തരത്തിൽ ആളുകളൊക്കെ വല്ലാത്ത ഭയത്തിലായ ഒരു സാഹചര്യം അത് ഇവിടെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഇങ്ങനെ ഒരു പ്രതിക്ക് വേണ്ടി തിരച്ചിലൊക്കെ മുൻപ് നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യവും സംശയമാണ്. പ്രത്യേകിച്ചും 100-ലധികം പോലീസുകാർ 30 സംഘങ്ങളായി തിരഞ്ഞു നടക്കുന്നു. രാത്രിയെന്നോ പകലോ എന്നില്ലാതെ ഈ തിരച്ചിൽ നടക്കുന്നു. ഒപ്പം ഈ നാട്ടുകാരും പോലീസിനൊപ്പം ടോർച്ചുകളും മറ്റായുധങ്ങളും ഒക്കെയായി കാട്ടിൽ കയറി ഇയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടത്തുന്നു. അങ്ങനെ ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത ഒരു സംഭവമാണ് ഈ ഘട്ടത്തിൽ അന്നൊക്കെ തെരച്ചിലിന് സമയത്ത് നടന്നത്. അതുതന്നെയാണ് ഒരുപക്ഷെ ഇവിടെ തെളിവെടുപ്പിന്റെ ഭാഗമായും നടക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. 500-ലധികം പോലീസുകാർ ഇവിടെ ഇപ്പോൾ ഈ ഒരു തെളിവെടുപ്പിൽ സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെ അപൂർവമായി നടക്കുന്ന ഒരു സംഭവം. അല്ലെങ്കിൽ ഈ ഒരു പ്രതിയോട് ആളുകൾക്കൊക്കെയുള്ള ഒരു രോഷം, ദേഷ്യം, ആ ഒരു കാര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു സന്നാഹം ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ചെന്താമരയുടെ വീട്ടിൽ നിന്നും ഇറങ്ങി മുന്നോട്ട് പോകുന്നതാണ്. ഇവിടെയാണ് സമീപത്താണ് ഈ കൊല്ലപ്പെട്ട സുധാകരന്റെയും ലക്ഷ്മിയുടെയും വീടുള്ളത്.
ഈ വീടിനും മുൻവശത്ത് വെച്ചാണ് ലക്ഷ്മിയെയും ഈ ചെന്താമര ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. അപ്പോൾ ഇവിടെ നിന്നുമൊക്കെയാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം അല്പസമയത്തിനകം തന്നെ ഇയാൾ ഒളിവിൽ പോയ അല്ലെങ്കിൽ ഇവിടെ നിന്നും കൃത്യം നടത്തിയ ശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതൊക്കെ കൂടെ പോലീസ് പുനരാവിഷ്കരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്.